സുഗുണ, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. നീ ഇപ്പൊ പണിക്കൊന്നും പോണില്ലേ? ഇല്ല പണിക്കൊന്നും പോകാൻ വയ്യ, ശരീരം വയ്യ. അതെന്ത്? പണിക്ക് പോകുമ്പോ സാധനങ്ങളൊക്കെ എടുക്കുമ്പോ കുളിര് ഭയങ്കര കുളി, കാലും കൈയൊക്കെ ഭയങ്കര. എന്തോന്ന് കുരു? ചട്ടിയൊക്കെ എടുക്കുമ്പോഴേ സിമെന്റ് എടുക്കുമ്പോൾ ഭയങ്കര കൈയൊക്കെ ഭയങ്കര കുളിരായി. മൂക്കുമുട്ട അങ്ങോട്ട് തിന്നുമ്പോ നിനക്ക് കുളിരൊന്നും ഇല്ലേ? അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പൊ ഇഷ്ടംപോലെ ആഹാരം കഴിക്കും. അതിനൊരു കുഴപ്പമില്ല, അതിനൊരു കുരുവില്ല, ഒരു കുഴപ്പമില്ല. എന്നാ നിങ്ങൾ എവിടെ പോണോ? എടാ, നമ്മുടെ കബീറില്ലേ, അവൻ എൻ്റെ ഒരു 2-2 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. അവൻ ഒരു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു വന്നു. ഇവിടെയൊക്കെ ടാക്സി ഓടാമെന്ന് പറഞ്ഞാണ് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ ഇപ്പോൾ വണ്ടിയും കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് വന്നതല്ലേ? താഴെ വണ്ടി കിടക്കണം, അതങ്ങനെ തന്നെ. അത് പരിചയമില്ലാത്തൊരു വണ്ടിയാണല്ലോ. വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓ, നിങ്ങൾ 2.5 ലക്ഷം രൂപ തന്നുകൊണ്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റി, നന്ദിയുണ്ട്. നല്ല വണ്ടിയല്ലേ? കോവളത്ത് മാമിയുടെ വീട്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു, ഇതിലുള്ള ഒരു വണ്ടി. ഞാൻ ഒരു പറത്തങ്ങ് പറത്തി ഒരു ദിവസം എടുത്തോണ്ട്. ഇതിന്റെ എഞ്ചിനെന്ന് പറഞ്ഞാലേ പുലിയാണ്, പറക്കും കാല് കൊടുത്ത. പറക്കണത് പുലിയല്ലല്ലോ, കിളികളല്ലേ പറക്കണത്. നിനക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടല്ലോ, വണ്ടി പിന്നെ ആരോട്ടിക്കും? അതിനല്ലേ ഹെവി ഡ്രൈവർ ലോനപ്പൻ ഇപ്പ എത്തും, നീ കാണ്. ലോനപ്പനാ? ഏത് ലോനപ്പൻ? നീ മുക്കുന്നി മലയെന്ന് കേട്ടിട്ടുണ്ടോ? ആ മുക്കുന്നി മലയിൽ ഒറ്റയ്ക്ക് ട്രിപ്പർ ഓടിച്ച് കയറ്റിയവനാണ് ലോനപ്പൻ. അവനാണ് എൻ്റെ ഡ്രൈവറായിട്ട് വരുന്നത്. ഞാനിവിടെ പൊളിക്കും. നിന്റെ കാശൊക്കെ ഞാൻ 2 ആഴ്ച കൊണ്ട് തരും. ഓ, കാണേ ലോനപ്പൻ പറഞ്ഞ വരവ്. ആരാണ് മുതലാളി? ഞാനാണ് മുതലാളി. എന്റെ മുതലാളി എന്നെ അനുഗ്രഹിക്കണേ. നന്നായി വാ, ഗുരുത്തമുള്ള ഡ്രൈവർ, കണ്ടുപടി. മൊത്തം വണ്ടിയൊക്കെ നോക്കിക്കോ, മൊത്തം വണ്ടിയാണ്. കൊള്ളാം, നല്ല ആട്ടമുണ്ട്. അയ്യോ, ഇതെന്താ തൂങ്ങി കിടക്കണ മുതലാളി? അതാണ് സൈലൻസർ. ഇതാണല്ലേ? എന്റെ ടിപ്പറിൽ ഇതല്ല. ഇതെന്തോന്ന് മുതലാളി ഈ കമ്പി കിടന്ന് ആറുന്നു? ഇതെന്തോന്ന് എല്ലാ കമ്പിയും കിടന്ന് ആറുന്നു? നമുക്ക് എന്തെങ്കിലും ഇട്ട് കെട്ടി വെക്കണം. എന്തൊരു ഡ്രൈവറുടെ ഭയങ്കര ഡ്രൈവറാണോ ഈ കാണ്? എവിടെ കൊണ്ട് അവസാനിക്കും? ഫസ്റ്റ് ഓട്ടം മൂന്നാറിൽ 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വിടണം മുതലാളി. എവിടെ? മൂന്നാറ്. എന്താ ഇങ്ങനെയുള്ള ഡ്രൈവറെ കിട്ടണം രക്ഷപ്പെടണമെങ്കിൽ? നിങ്ങളൊക്കെ ഞാൻ 2 ആഴ്ചയിലെ പൈസ തരാമെന്ന് പറഞ്ഞാൽ 1 ആഴ്ച കൊണ്ട് തരും. ഇതുപോലെ ഡ്രൈവറെ കിട്ടിയ എന്തരാവോ എന്തോ. ചതിക്കോടെ മുതലാളി, ഞാൻ എന്നാ പോട്ടാ, പോയിട്ട് വന്നിട്ട് കാണാം മുതലാളി. അവൻ്റെ ആദ്യത്തെ ആ എടുപ്പ് എനിക്ക് വല്ലാതെ തോന്നുന്നു. അതാണ് ഡ്രൈവർ, അവൻ പറത്തി വിടണവനായിരിക്കും. എന്റെ പോക്ക് അങ്ങനെയല്ലേ ഇപ്പോഴും എടുത്തോണ്ട് പോയത്? അവൻ തന്നെ. ഓ എടാ, നിന്റെ ഡ്രൈവർ മുതലാളി എന്താ വണ്ടിയുടെ ടയർ വെടിയായി. ടയർ വെടിയായി. എടാ, എങ്ങനെ ടയർ പൊട്ടിയിടാ? ഞാൻ പറയില്ല മുതലാളി. പറയടാ. ഞാൻ പറയൂല. ടയർ പുതിയതായിരുന്നു. ഞാൻ പറയില്ല മുതലാളി. എടാ പറയടാ, എങ്ങനെ പൊട്ടി? ഇല്ല, ഞാൻ പറയില്ല. എടുത്ത് പയ്യടാ. എന്റെ ഇടി കൊടുത്താൽ
പറയും, സത്യം പറയും. ഞാൻ പറ. സത്യം പറയണ. ഞാൻ പറയില്ല മുതലാളി. എന്റെ പൈസ എടാ ടയർ എന്ത് ചെയ്ത്? ഞാൻ പറയൂല, അത് പൊട്ടി. പറയടാ. എങ്ങനെ പൊട്ടി? ടയറ് പൊട്ടി മുതലാളി. എങ്ങനെ പൊട്ടി? ഞാൻ പറയൂല എങ്ങനെ പൊട്ടിയെന്ന്. ഞാൻ പറയില്ല മുതലാളി. എടാ ഒന്ന് പറഞ്ഞു തൊലക്കി. നിങ്ങൾ എന്നെ അടിക്കരുത്. ഞാൻ പറയാം. തപ്പാന്ന് പൊട്ടിപ്പോയി. തപ്പാതെ പൊട്ടിപ്പോയി. തപ്പാതെ പൊട്ടിപ്പോയെന്നാ? എനിക്ക് വയ്യ. തപ്പാതെ പൊട്ടിപ്പോയല്ലേ? അയ്യോ എന്റെ അമ്മോ. എടാ, ഇത് ക്യാഷ്. എന്നിട്ട് അപ്പോനങ്ങ് പൊട്ടിപ്പോയി. ഓ അയ്യോ